ബെസ്റ്റ് വ്യൂ ആയിട്ടുള്ള അബാൻഡൻ ഷിപ്പ് കാണാൻ പോവാണ്. കുറച്ച് ഓഫ് റോഡ് പോകണം. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് 6 കിലോമീറ്റർ ഓഫ് റോഡ് പോകണം. റോഡുകളുണ്ട്, വണ്ടിയുടെ അടയാളങ്ങളാണ്. റോഡായിട്ടല്ല കേട്ടോ. അതാണ് പോയി 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 എന്തോ ഒരു മലിൻ്റെ അറ്റത്തിന് ഗവൺമെന്റ് അപ്പുറത്ത് കടലായിരിക്കും. അതിലാണ് രസമുണ്ട് കാണാൻ യാത്ര. എല്ലാ വഴി എന്തോ ഒരു കണ്ടോ ഒരു കെട്ടുണ്ടല്ലോ ഫ്ലൈറ്റിലെ. വിചാരിച്ചതുപോലെ തന്നെ കടലാണ് കേട്ടോ. അടിപൊളി കടൽ. ഇതിലവിടെ പാറ കടലിലേക്ക് ഇറങ്ങിക്കുന്ന കാഴ്ച അപാര ബ്യൂട്ടി കേട്ടോ. കണ്ടാൽ തന്നെ അതിൻ്റെ ആ ഒരു ഫുൾ ഫീലിംഗ് കിട്ടുള്ളൂ. അടിച്ചുപൊളി. നല്ല സൂപ്പർ ബീച്ചാണ്. അങ്ങോട്ട് അധികം വരുമൊന്നുമില്ല, കാരണം വഴി ഇതിലിറങ്ങി പോകണമല്ലോ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് അവിടെ. ഈ ഒമാൻ്റെ തീരത്തുള്ള പ്രത്യേകതയാണ് ഈ പാറ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. കൂടെ ചുണ്ണാമ്പ് കുറച്ച് അവിടെയൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് ഫുള്ളായിട്ട് ചുണ്ണാമ്പ് കല്ലാണ്. ഒരു നല്ല വ്യൂ പോയിൻ്റാണിത്. ആ പാറ കുത്തിറങ്ങിക്കണം, ഭയങ്കര രസമുണ്ട്. ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് നിൽക്കാൻ തന്നെ പറ്റില്ല സത്യപ്പഴി. പിന്നെ ഈ അറബിക്കടലിൻ്റെ ഭംഗിയുണ്ടല്ലേ, ഇതിൻ്റെ അക്കരെ കാണുന്നത് നമ്മളെ നാടാണ് കേട്ടോ, ഇന്ത്യ. ഇപ്പോൾ വന്ന സ്ഥലം വരെ നല്ല റോഡാണ്. ചില കമ്പാരിറ്റീവ് നല്ല മണ്ണ് ആയിരുന്നു കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് വെറും പാറ കുത്തനെ കയറണം. നോക്കിയിട്ട് മുഴുവൻ കാണുന്നത് അത് തന്നെയാണ്. വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോർ വീലായതുകൊണ്ട് എങ്ങനെയും കയറും. എന്നാലും ആ അടികെട്ടുള്ളൊക്കെ പേടി നമുക്ക്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി കയറി വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഈ മുകളിലേക്കും തോന്നുന്നത്. എത്ര ദൂരം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ചെറിയ വണ്ടിയും കൊണ്ട് വന്നാലും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. വേറെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കാണാൻ മാത്രമുള്ള സംഭവമാണ്. വരുന്നുണ്ടെങ്കിൽ ചെറിയ വണ്ടി കൊണ്ട് വരാതൊക്കെ നല്ലത്. വരികയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് വന്ന പോയിന്റ് നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുകളിലോട്ട് കുറേ കയറി നടക്കണം. അപ്പോൾ നമ്മളങ്ങ് സലാല ആ ഭാഗത്താണ്. അവിടെ നിന്ന് അങ്ങനെ ചുറ്റി വന്ന് ഇതിൽ കയറി പിന്നെ ഫുൾ ഓഫ് റോഡാണ്. സാധാ വണ്ടി കയറില്ല കേട്ടോ, ഫോർ വീലർ മാത്രമേ കയറുള്ളൂ. അങ്ങനെ അത് വന്ന് അവിടെ ഒരു ആ കാണാൻ അതും കണ്ടു. ബീച്ച് പിന്നെ പാറ കണ്ടില്ല, ഉള്ളോട്ട് അതും കണ്ട് ഇങ്ങനെ വന്ന് പിന്നെ കുറേ ഹൈറ്റ് കയറി ഇങ്ങനെ മുകളിൽ ഇപ്പോൾ ഒരു 800 മീറ്റർ ഹൈറ്റിലാണ് ഇതേപോലെ ബസ്സിൽ കയറിയപ്പോൾ നല്ല നീല കടൽ. നമ്മുടെ കർണാടക അപ്പുറത്ത് നമ്മുടെ നാടാണ്. ഓക്കെ, അതിന് പിന്നെ ഇങ്ങനെ ഭയങ്കര സംഭവമാണ്. ഇവിടെ നല്ല ആഴത്തിലുള്ളത്. എനിക്കങ്ങനെ പോകാനൊരു പേടിയുണ്ട്, ഇല്ലയെന്ന് പറയില്ല. പിന്നെ ഒരു ബോർഡുണ്ട് ഇവിടെ. ബോർഡിൽ ഇതിനെ കാഴ്ച തന്നെ ആരും കൊണ്ട് പോകില്ല. കാരണം ഫോർ യുവർ സേഫ്റ്റി പ്ലീസ് ഡോണ്ട് ഗെറ്റ് ക്ലോസ്, ഡേഞ്ചറസ് ക്ലിഫ് ആൻഡ് സ്ലിപ്പറി ഗ്രൗണ്ട്. അപ്പം അങ്ങനെ ബോർഡുണ്ട് അവിടെ. MV ജർനാസ് എന്ന ഈ ചരക്ക് കപ്പൽ 2018 മെയ് മാസത്തിൽ ഒമാൻ തീരത്ത് ശക്തമായി ആഞ്ഞടിച്ച മെക്കനു എന്ന ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒമാൻ്റെ സലാലയുടെ തീരങ്ങളിൽ ഉള്ള ഈ പാറക്കെട്ടുകളിൽ കപ്പൽ കുടുങ്ങിപ്പോവുകയും പിന്നീട് കമ്പനി അത് ഒഴിവാക്കുകയുമാണ് ഉണ്ടായത്. എന്തായാലും അടിപൊളിയായ സ്ഥലത്ത് ഒരു ഭയങ്കര ക്ലിഫാണ്. ക്ലിഫ് പെട്ടിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവർ ഒഴിവാക്കി പോകാൻ കാരണമെന്ന് വിചാരിക്കുന്നു. എന്നാലും വളരെ മനോഹരമായി തീർത്ത് കുടുങ്ങിപ്പോയതുകൊണ്ടും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കയറി വന്ന് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അത് ഈ ക്ലിഫിൽ കപ്പലും കുടിക്കണക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരിവിടെ കാണാൻ ഇത്ര കഷ്ടപ്പെട്ട് കയറി വരുന്നതും. പിന്നെ ഭയങ്കര കാറ്റാണ് ഇവിടെ. ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ, ഭയങ്കര ഡേഞ്ചറസാണ്. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കാല് പറക്കണം, അങ്ങോട്ട് നിൽക്കാമെന്നില്ല, അടുത്തേക്ക് പോകാനേ ഒന്നുമില്ല. അത്രയും ആഴമായിട്ടുള്ളത്. എത്ര ക്ലോസ്ഡാണ് കേട്ടോ. ചേട്ടന്മാർ ഫോട്ടോ എടുക്കണോ സ്ഥലം നോക്കിയേ, കണ്ടോ പോലെ നോക്ക്. അവർ ഫോട്ടോ എടുക്കാണ് അവിടെ. അതിൻ്റെ അടിയിലെ സ്ഥിതി കണ്ടോ. മോനെ നോക്കങ്ങോട്ട്,
ഒരു ഐഡിയ ഇല്ലട്ടോ അങ്ങ് ഒന്നങ്ങോട്ട് നോക്കിയേ അടിയിലേക്ക്. എനിക്കാണ് അടുത്തേക്ക് ഇനി പോകണ ധൈര്യമില്ല. മൊബൈൽ പിടിക്കുന്നത് പേടിച്ചാണ് പിടിക്കുന്നത്. ഒരു കഷ്ടങ്ങൾ കിടക്കുകയാണ്. എൻ്റെ അടിയിൽ അതാണ് സ്ഥിതി. ഇപ്പോൾ വണ്ടിയൊക്കെ കടത്താൻ കാണില്ല നമ്മളെ വണ്ടിയൊക്കെ. ഇതാണ് ഈ സലാലിൻ്റെ ഈ ഭാഗത്തുള്ള പൊതുവേ ഈ ഒമാൻ്റെ തീരം മുഴുവൻ അധികവും ഇങ്ങനെയുള്ളത്. ഈ നേരെ പാറ വെള്ളത്തിൽ പോയി ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര ബ്യൂട്ടി സംഭവമാണ്. പക്ഷേ ഇതൊരു ടൂറിസം ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ സമാധാനങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് ആണ് ഈ ഒരു കയറ്റം കയറി വെള്ളത്തിലേക്ക് ഇങ്ങനെ വരുന്നത്. ഒരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പക്ഷേ ഗവൺമെൻറ് മാത്രം ചെയ്യില്ലത്. എന്തായാലും നല്ല അനുഭവം ഇവിടെ വന്നത്. എനിക്ക് അങ്ങോട്ട് അടുത്തൊക്കെ പോകാൻ വലിയ ധൈര്യമില്ല. ഇതിങ്ങനെ ഒന്ന് എടുക്കാനേ പറ്റുള്ളൂ. ശരിക്കും ഇവിടുന്ന് അതിലേക്കൊരു പാലിടുക. എന്നിട്ട് അവിടെ ഒരു പാർക്ക് പോലെ സലാലയോട് അടുപ്പിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ചുണ്ണാമ്പ് പാറകളാണ്. വെള്ള കളർ കണ്ടില്ലേ അത് കാണുന്നത്. ഇതുപോലെ ഇവിടെ അങ്ങോട്ട് കുറേ ദൂരം ചുണ്ണാമ്പ് കരകളാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി ഭയങ്കര തന്നെ. കടലിലേക്ക് വെള്ള കളർ ഇറങ്ങിക്കാനാണ് നല്ല രസം തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. താഴത്തേക്ക് ഒരു ദുർഘടമായ പാത താണ്ടി വേണം താഴത്തെത്താൻ. അപ്പോൾ അങ്ങനെ അബാഡൻ ഷിപ്പും കണ്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ 3 മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഞങ്ങൾ നേരെ ഇന്ന് സലാലിൽ നിന്നും മസ്കറ്റ് ടൗണിലേക്ക് വിടുകയാണ്. ഏകദേശം 1000 കിലോമീറ്റർ 1000-ലധികം കിലോമീറ്റർ ഉണ്ട്. ബാക്കി കാഴ്ച വിളിച്ച് കാണാം. പൊടിക്കാറ്റ് അത് MT കോട്ടർ എന്ന റുബൽ ഖലീലായാലോ ഭയങ്കര പൊടിക്കാറ്റാണ്. കണ്ണ് കാണത്തില്ല, കുമ്പിടത്തിലെ കാണുന്നില്ല.